ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇന്ദിരാമ്മ ആഹാരം കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആനന്ദം പറയും, അമ്മ ഇതെന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അമ്മ പട്ടിണി ഇരുന്നെന്നും കരുതി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ എന്ന് ചോദിക്കുവേ. ഇല്ല, ഞാൻ പട്ടിണി ഇരുന്നെന്നും കരുതി ഇവിടുത്തെ ഒരു പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ മക്കൾ ചെയ്തു കൂട്ടുന്ന ഈ പാപഭാരങ്ങളൊക്കെ ഞാൻ നിരാഹാരം കിടന്നെങ്കിലും കുറയട്ടെ എന്ന് ഇന്ദിരാമ്മ പറയൂട്ടോ. വന്ന് സ്വന്തം രക്തത്തെ വരെ കൊല്ലാൻ മടിയില്ലാത്ത രീതിയിൽ നിങ്ങളൊക്കെ വളർന്നു പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ആളല്ലേ ഗോമതി, സ്വന്തം അപ്പച്ചി. ആ അപ്പച്ചിയെ തന്നെ കൊല്ലാൻ എങ്ങനെ ഇവന് മനസ്സ് വന്നു എന്നൊക്കെ നമ്മുടെ ഇന്ദിരാമ്മ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് രാജശ്രീ പറയും, അമ്മേ അവനങ്ങനെ കൊല്ലാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവരെന്തൊക്കെ പ്രവർത്തികൾ ഇങ്ങോട്ട് നമുക്ക് ദോഷകരമായിട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിന് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതല്ല, അച്ചുവേട്ടനും അനന്തേട്ടനും ചെറുപ്പം തൊട്ടേ അവരോട് വൈരാഗ്യം വളർത്തി തന്നെയല്ലേ അവനെയും വളർത്തിയത്. അതുകൊണ്ടാ, അല്ലാതെ എൻ്റെ മോൻ മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതൊന്നും അല്ല എന്നൊക്കെ രാജശ്രീ പറയൂ കേട്ടോ. അപ്പം പെട്ടെന്ന് ആനന്ദം പറയും, ആവശ്യമില്ലാതെ ഒരാളെ കൊല്ലാൻ നോക്കാനൊന്നും ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പം ഒരു പ്രകോപനവും ഇല്ലാതല്ലേ ആലോക് അവിടെ പോയി ഗോമതിയെ കൊല്ലാൻ നോക്കിയത്. ഗോമതി ഞങ്ങളുടെ സ്വന്തം അനീതിയല്ലേ, ആ ചിന്ത നിങ്ങൾക്കില്ലേ? ഒരാളെ കൊല്ലാൻ മാത്രമൊക്കെ പക വളരുക എന്ന് വെച്ചാൽ അതൊന്നും ഒരിക്കലും എനിക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല എന്ന് അനന്തൻ തീർത്തങ്ങോട്ട് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്യുതനും പറയും, അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, അവൻ ഒരിക്കലും അവളെ കൊല്ലാനൊന്നും കരുതി കാണത്തില്ല. അവരുടെ പൂജ എങ്ങനെ മുടക്കണം. അവർ നമുക്ക് എന്തൊക്കെ ദോഷകരമായി പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനും ഇതറിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പൂജ മുടക്കാൻ നോക്കി, അല്ലാതെ കൂടുതലൊന്നുമില്ല. ഇതൊക്കെ അവർ വരുത്തി തീർത്തതായിരിക്കും, വെറുതെ കള്ളം പറയുന്നതായിരിക്കും എന്നൊക്കെ അച്യുതനും ആലോകിന്റെ ഭാഗം നിന്ന് സംസാരിക്കും കേട്ടോ. നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് എല്ലാവരെയും മനസ്സിലാകുന്നുണ്ട്. ഗോമതി ആരാന്ന് ഓർമ്മ വേണം, എൻ്റെ സ്വന്തം മോള്. അവളെയാ നിങ്ങൾ കൊല്ലാനായിട്ട് നോക്കിയത്. ഇത് ഒരിക്കലും എനിക്ക് ക്ഷമിച്ചു തരാൻ പറ്റില്ല. പെട്ടെന്ന് അങ്ങോട്ട് സുകന്യ വരികയാണ് കേട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് രാജശ്രീനെ അറിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് സുകന്യ വരുന്നത്. സുകന്യ വാതിക്കലേക്ക് വരുമ്പോഴാണ് ഇന്ദിരാമ്മയുടെ ശബ്ദം ഉയർത്തി ഉള്ള സംസാരമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയാൻ സുകന്യ അവിടെ മറഞ്ഞങ്ങ് നിൽക്കൂട്ടോ. അവരെന്താ പറയണമെന്നല്ലേ കേൾക്കണമല്ലോ. അപ്പോൾ ഇന്ദിരാമ്മ പറയുവാണ്, ഗോമതിയെ നിങ്ങൾ കൊല്ലാൻ നോക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. ഈ കാണുന്ന സ്വത്തിൻ്റെയൊക്കെ അവകാശി ഗോമതി മാത്രമാണ്. അവളൊന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കൊന്നും പിന്നെ ഈ വീട്ടിൽ ഒരു സ്ഥാനവും കാണില്ല. എൻ്റെ മോക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞാൻ തന്നെ നിന്നെയൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കി വിടും എന്നൊക്കെ ഇന്ദിരാമ്മ പറയും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പ്ലാനൊക്കെ. ഗോമതി അറിയുന്നതിന് മുന്നേ വിൽപത്രത്തിൻ്റെ കാര്യം അവളെ അറിയിക്കാതെ തന്നെ എങ്ങനെയും അവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെയൊക്കെ പേരിൽ തന്നെ വരുമല്ലോ. അത് തന്നെ നിങ്ങളുടെയൊക്കെ ഉദ്ദേശമൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. അതെന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഗോമതിക്ക് എല്ലാ സത്യങ്ങളും അറിയാം. കൃഷ്ണമംഗലത്തെ സർവ്വസ്വത്തിൻ്റെ അവകാശി അവൾ മാത്രമാണെന്ന് അവൾക്ക് അറിയാൻ ചെയ്യാം. എന്നിട്ടും അവൾ ഇങ്ങോട്ട് ഒരു മണ്ണ് പോലും ചോദിച്ച് വന്നിട്ടില്ല. അത് എൻ്റെ മോളുടെ അന്തസ്സ്, അല്ലാതെ നിങ്ങളെ ആരെയും പേടിച്ചിട്ടല്ല. ഇവിടെ ഉള്ളവർ അവളുടെ സ്വന്തമാണെന്നുള്ള ചിന്ത അവൾക്കുള്ളതുകൊണ്ടാണ്. അവളുടെ ചേട്ടന്മാരുടെ കുടുംബം ഇവിടെ ഉള്ള ചിന്ത അവൾക്കുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഇന്ന് പോലും അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇന്ദിരാമ്മ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് സുകന്യ. എന്താ ഈ പറയുന്നേ? കൃഷ്ണമംഗലത്തെ സ്വത്തുക്കളൊക്കെ ഗോമതി ചേച്ചിയുടെ പേരിലാണെന്നോ? ഇതൊക്കെ അപ്പം രാജശ്രീ ചേച്ചിക്കും അറിയാം. വെറുതെ അല്ല ഇവർക്കൊക്കെ ഗോമതി ചേച്ചിനെ ഉപദ്രവിക്കാൻ ഇത്രയ്ക്കും ആഗ്രഹം. അല്ലാതെ ഒരു കാരണമില്ലാതെ ഗോമതി ചേച്ചിനെ കൊല്ലാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാനും ചിന്തിച്ചതാ. സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെയാണല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം രാജശ്രീ പറയും, അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. അവളുടെ പേര് സ്വത്തുക്കൾ എഴുതി വെച്ചു എന്നും കരുതി ദേഷ്യമുണ്ട് എന്നും കരുതി അവളെ കൊല്ലാൻ മാത്രമുള്ള പകയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല. അവനെ പൂജ മുടക്കാൻ ശ്രമിച്ചു കാണും, അതിനപ്പുറത്തേക്ക് ഒരു തെറ്റും എൻ്റെ മോൻ ചെയ്തിട്ടില്ല. ഇതെല്ലാവരും കൂടി ഇവനെ കുറ്റക്കാരനാക്കാൻ കരുതി കൂട്ടി പറഞ്ഞതാ എന്നൊക്കെ രാജശ്രീയും പറയൂ കേട്ടോ. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി മേലാൽ ഗോമതിക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും എല്ലാവരെയും സ്വത്തിൻ്റെ വിവരം അറിയിക്കുന്നതും അത് മാത്രമല്ല നിങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുന്നതും എന്നും പറഞ്ഞിട്ട് ഇന്ദിരാമ്മ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് രാജശ്രീ സുകന്യ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും. അല്ല സുകന്യ, നീ എന്നെ ഈ വാതൊക്കെ തന്നെ നിൽക്കുന്നേ എന്ന് പെട്ടെന്ന് രാജശ്രീ ചോദിക്കും. ഒന്നുമില്ല ചേച്ചി, ഞാനിങ്ങോട്ട് കയറി വരാൻ തുടങ്ങിയപ്പം
ഇവിടെ നല്ല സംസാരം, നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ മാറി നിന്നതാ. നീ വന്നിട്ട് ഒത്തിരി നേരമായോ എന്ന് രാജശ്രീ ചോദിക്കേ. ഇല്ല, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് എന്നപ്പം സുകന്യയും പറയും കേട്ടോ. അപ്പം രാജശ്രീക്ക് ആകെ ടെൻഷനാവുക. ഇവള് കാര്യങ്ങളൊക്കെ അറിയുന്നത് അത്ര നല്ലതല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുവാണേ. നീ ഇങ്ങോട്ട് വാ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ എന്ന് രാജശ്രീ സുകന്യോട് പറയാം. അവിടെ എന്ത് വിശേഷങ്ങളൊക്കെ? ഗോമതി ചേച്ചിനെ കൊല്ലാനൊക്കെ ആലോകം നോക്കിയ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നേ, അല്ലാതെ പുതിയതായിട്ട് അവിടെ ഇപ്പോൾ വേറൊരു വിശേഷവും ഇല്ല. ധർമ്മേട്ടന് നല്ല സംശയമുണ്ട്. ഞാനാ ഇവിടെ അവർ അമ്പലത്തിൽ പോണ കാര്യം വന്ന് പറഞ്ഞു തന്നേന്ന്. പക്ഷെ ഞാൻ ഒരു വിധത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത്. ആ മാനേജരാ കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്ത് അറിയിച്ചതെന്നാണ് അവിടെ ഉള്ളവർ കരുതിയിരിക്കുന്നത്. ഒരു വിധത്തിൽ അതെനിക്ക് ഭാഗ്യമായി, അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ നേരെ തന്നെ വിരൽ ചൂണ്ടേനെ. ഇപ്പം ധർമ്മേട്ടന് മാത്രമേ എന്നെ സംശയം വന്നുള്ളൂ, പക്ഷെ അതൊരു വിധത്തിൽ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അല്ല ചേച്ചിക്ക് എന്താ ആകെ മൊത്തം ഒരു പതർച്ച എന്നൊക്കെ അപ്പം സുകന്യ ചോദിക്കും. ഏയ് എന്ത് പതർച്ച? എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നൊരു വലിയ രഹസ്യം ഞാൻ കേട്ടോ ഇല്ലയോ എന്നുള്ള പേടിയാകുമല്ലേ ഈ പതർച്ചയ്ക്ക് പിന്നിൽ എന്ന് ചോദിക്കുക. എന്ത് രഹസ്യത്തിൻ്റെ കാര്യമാണ് സുകന്യ നീ പറയുന്നത്? അല്ല തന്നെ നിന്നെ മറച്ചു പിടിക്കാൻ മാത്രം എന്ത് രഹസ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത്? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിനക്കും അറിയാവുന്നതല്ലേ. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആ ദേവമംഗലത്തുകാരാ. അവരുടെ പതനം അതാ ഏറ്റവും സന്തോഷം തരുന്നത്. അതിനുവേണ്ടിയല്ലേ നിന്നെ അവിടെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നേ എന്നൊക്കെ രാജശ്രീ പറയാം. ചേച്ചി കൂടുതൽ ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ കേട്ടായിരുന്നു കൃഷ്ണമംഗലത്തിൻ്റെ അവകാശി അപ്പം ഇവിടെ ഉള്ളവരൊന്നും അല്ലല്ലേ, ശരിക്കും അത് ഗോമതി ചേച്ചിക്ക് അവകാശപ്പെട്ടതാണല്ലേ എന്ന് പറയാം. ഏയ് നീ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെ ചെറിയൊരു അവകാശം അവക്കും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അച്ഛൻ, അല്ലാതെ വേറൊന്നുമല്ല. അവളും ഈ കുടുംബത്തിലെ തന്നെയാണല്ലോ. ഇവരുടെ 2 ചേട്ടന്മാർക്കുള്ള ആകെയുള്ളൊരു അനിയത്തി, അതുകൊണ്ട് അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാതെ കൂടുതലൊന്നും ഇല്ല എന്ന് രാജശ്രീ പറയും. അതൊക്കെ ഞാൻ കേട്ടായിരുന്നു ചേച്ചി എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് സുകന്യ പറയാണ്. നീ അതൊക്കെ വിട, എന്തൊക്കെയാ അവിടുത്തെ പ്ലാനുകൾ നീ അപ്പം അറിയിക്കണം. ആ അനുശ്രീനെ നിന്റെ വലയിൽ തന്നെ നീ വീഴ്ത്തിയിട്ടില്ലേ എന്ന് രാജശ്രീ ചോദിക്കും കേട്ടോ. രാജശ്രീയുടെ മനസ്സിൽ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെയാണ്, സുകന്യയോട് കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് പറയണ്ട, ഇവളത് അറിയാത്തത് തന്നെ നല്ലത് എന്നുള്ളൊരു ചിന്തയാണ്. അതേസമയം സുകന്യ ചിന്തിക്കുന്നത്, രാജശ്രീ ചേച്ചി ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ഞാനൊരു പൊട്ടിയാണെന്ന്, കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന്. എന്തായാലും ഞാൻ സത്യാവസ്ഥ മനസ്സിലാക്കിയെന്ന് ഇപ്പം തൽക്കാലത്തേക്ക് രാജശ്രീ ചേച്ചിയെ മറിയണ്ട എന്ന് സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയാണ്. അങ്ങനെ അപ്പത്തിന് സുകന്യ പറയും, ചേച്ചി അനു ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തോണ്ടല്ലേ ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ അനുകൂലമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നേ എന്ന് രാജശ്രീക്ക് വാക്ക് കൊടുക്കുവാണ് കേട്ടോ സുകന്യ. അത് കേൾക്കുമ്പോഴത്തേക്കും രാജശ്രീക്ക് സന്തോഷമാവുക. ഇങ്ങനെ തന്നെ വേണം. ആലോക് വിളിച്ചാൽ ഇറങ്ങി വരുന്ന അവസ്ഥയിലേക്ക് അവളെ കൊണ്ടെത്തിക്കണം. അവൾ ഈ കൃഷ്ണമംഗലത്ത് വേണം. അത് ദേവമംഗലത്തുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷ തന്നെയാണ്. അതൊരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൾ അവിടുത്തെ ഒരേ ഒരു പെൺതരിയല്ലേ. അതും അവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള കൃഷ്ണമംഗലത്തുകാരുടെ കുടുംബത്തിൽ ജീവിക്കുന്നതിൽ പരം അവർക്ക് വേറെ എന്തൊരു അഭിമാനക്ഷതമാണ് സംഭവിക്കാനുള്ളത് എന്നൊക്കെ രാജശ്രീ വളരെ സന്തോഷത്തോടു കൂടി പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും സുകന്യ പറയും, അതൊക്കെ നടക്കും ചേച്ചി, ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും എന്നൊക്കെ പറയണേ. അതേസമയം ദേവമംഗലത്തെത്തിയ സുകന്യയ്ക്ക് ഗോമതിനെ എങ്ങനെയെങ്കിലും കൂടുതൽ സ്നേഹിച്ച് തൻ്റെ വരുതിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താനായിട്ട് നോക്കുകയാണ് കേട്ടോ. കാരണം കൃഷ്ണമംഗലത്തെ സ്വത്തുക്കൾക്കൊക്കെ അവകാശി ഗോമതിയാണ്. ഗോമതിയുടെ സ്വന്തം അനിയനാണല്ലോ ധർമ്മൻ. അപ്പോൾ ഗോമതി ധർമ്മന് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുകന്യയും ധർമ്മനും കോടീശ്വരരാകാലോ. ഈ പ്ലാനിങ് ഒക്കെയാണ് ഇപ്പോൾ സുകന്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഗോമതിയോട് കൂടുതൽ സ്നേഹം കാണിക്കണം. അതിനായിട്ട് അവരെല്ലാവരും ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ സുകന്യാണെങ്കിൽ ഗോമതിയോട് പറയും, അയ്യോ ചേച്ചി അങ്ങനെ കഷ്ടപ്പെട്ട് വിളമ്പൊന്നും വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ എല്ലാവർക്കും ആഹാരമൊക്കെ വിളമ്പി കൊടുത്തോളാന്നേ, ചേച്ചി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ബാലൻ്റെ എടുത്തുകൊണ്ട് ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു പാത്രമൊക്കെ എടുത്ത് മുന്നിൽ വെച്ച് കൊടുത്ത് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുക. അപ്പോൾ സുകന്യയുടെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ മീനുവും ഇത്രയും പരസ്പരം നോക്കുക എന്താ എന്ന്. അപ്പം മീനും എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആഹാരം വിളമ്പി കൊടുക്കുന്നു. ചേച്ചി കുറച്ചുകൂടി കഴിക്കുക, ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്, ഈ വ്രതവും പൂജയൊക്കെ എടുത്താൽ ചേച്ചി ആകെ ക്ഷീണിതയായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചേച്ചിയുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇവിടെ ആർക്കും ചേച്ചിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. പക്ഷെ ഞാനങ്ങനെയല്ല. ചേച്ചിക്ക് ഇവിടെ മുഖത്തുള്ള ഈ വിളർച്ചയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാ ചേച്ചി, ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗോമതി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഗോമതി പറയും, ഇതൊന്നും വേണ്ട സുകന്യ, ഞാനിത് കഴിച്ചോളാം എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇനിയിപ്പം ദേവിയുടെ കാര്യം നോക്കുന്നതിനൊപ്പം ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളും ശ്രദ്ധിക്കും എന്നൊക്കെ സുകന്യ പറയാണ്. ഇത് കേൾക്കുമ്പോൾ മീനുവിനും ഇത്രയ്ക്കും എന്തോ കാര്യമായിട്ട് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ
സുകന്യ ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് ഇവർ മാറുമ്പം തന്നെ മിത്ര വന്ന് ചോദിക്കും, മീനു ചേച്ചി സുകന്യ ചേച്ചിയുടെ പെരുമാറ്റം കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം മീനു പറയും, എന്തോ ഉണ്ട്, ഒരു കാര്യമില്ലാതെ അമ്മയോട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നേഹമൊന്നും കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് മീനു പറയും. ഉറപ്പിച്ചല്ലോ, എനിക്കും അങ്ങനെ തന്നെ തോന്നി. എന്തോ ഒരു പ്ലാനിങ് പുള്ളിക്കാരുടെ തലേ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അത് മാത്രം സമാധാനം, നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി എന്ന് മീനു മിത്രയോട് പറയാണ് കേട്ടോ. അതേസമയം അടുക്കള ചെന്നിട്ടും ഗോമതി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം സുകന്യ അടുത്തെന്ന് പറയും, ചേച്ചി ഇതൊന്നും ചെയ്യണ്ട, ഞാനും കൂടി കൂടാലോ. ചേച്ചി ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുന്ന കാണുമ്പം എനിക്ക് ഇതൊക്കെ പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. ചേച്ചി എനിക്കിതെല്ലാം പഠിപ്പിച്ച് തന്നാൽ മതി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം ഇപ്പോൾ ദേവി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവൾക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മീനുവിന് ഓഫീസിലും പോകണം, മിത്രയ്ക്ക് പഠിക്കാനും ഉണ്ട്, ഞാനിവിടെ ഫ്രീ ആണല്ലോ. ചേച്ചി എന്നെ പഠിപ്പിച്ച് തന്നാൽ മതി, ഞാൻ ചേച്ചി പഠിപ്പിക്കുന്ന എല്ലാം വേഗം പഠിച്ചെടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കോളാം. ചേച്ചിക്ക് അതൊരു സഹായമാവില്ലേ എന്നൊക്കെ പറയേ. അപ്പോൾ പെട്ടെന്ന് കോമതി പറയും, ഇതൊന്നും എനിക്കൊരു ഭാരപ്പെട്ട ജോലിയല്ല സുകന്യെ, ഞാനിതൊക്കെ ആസ്വദിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും വിളമ്പുന്നതും ഒക്കെ എനിക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതെനിക്ക് ഒരിക്കലും ഒരു ബാധ്യതയല്ല എന്ന് പറയാണ്. അങ്ങനെയല്ല ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്, ചേച്ചിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അതുമല്ല എനിക്ക് പാചകമൊക്കെ പഠിക്കുകയും ചെയ്യാലോ, അത് നല്ലൊരു കാര്യമാണ്. സുകന്യ ഇവിടെ വന്ന് നിന്ന് എല്ലാം നോക്കിക്കണ്ട് പഠിച്ചോ, അതെനിക്ക് സന്തോഷമാണ് എന്ന് സുകന്യയോട് ഗോമതിയും പറയും കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ സുകന്യ ഗോമതിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്. അപ്പം സുകന്യ അവിടുന്ന് മാറിക്കഴിയുമ്പോൾ മിത്രയാണെങ്കിൽ ഗോമതിയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് ചോദിക്കും, അപ്പച്ചി എന്തായിരുന്നു ഇവിടെ സുകന്യച്ച് ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ, അതോ സുകന്യയ്ക്ക് പാചകമൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന്, എൻ്റെ കൂടെ നിന്നെല്ലാം പഠിക്കാൻ ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നിന്ന് പഠിച്ചോളാൻ. അപ്പച്ചിക്ക് സുകന്യ ചേച്ചിയുടെ പെരുമാറ്റം കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുക. എന്ത് തോന്നാൻ? അല്ല, പെട്ടെന്ന് അപ്പച്ചോട് എന്തു പറ്റി ഇതുപോലൊരു സ്നേഹം ഉണ്ടാവാൻ? ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മിത്രൻ നിന്നോട്. നീ ചുമ്മാ അതും ഇതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നിൻ്റെക്ക് ഇപ്പം പഠിക്കാനൊന്നും ഇല്ലേ, നീ പോയിരുന്ന് പഠിച്ചേ എന്ന് പറയാം. ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോഴേ അപ്പച്ചി ഇങ്ങനെയാ എന്നപ്പം മിത്ര പറയൂട്ടോ. അവൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇണങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കും. പയ്യെ ഇണങ്ങി വരട്ടെ, കാര്യങ്ങളൊക്കെ പഠിക്കുവാണെങ്കിൽ നല്ലതല്ലേ. ധർമ്മന് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ സുകന്യക്ക് ഉണ്ടാക്കി കൊടുക്കാലോ, എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് അവളെ പാചകം പഠിപ്പിക്കാൻ എന്ന് ഗോമതിയും പറയൂട്ടോ. പിന്നെ മിത്ര ഒന്നും പറയാതെ അവിടെ നിന്നങ്ങോട്ട് പോവേ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും